നമസ്കാരം. അഫാന്റെയും അമ്മ ഷെമിയുടെയും കടങ്ങളുടെ കണക്ക് പുസ്തകവും പോലീസിന്. അന്വേഷണ സംഘം അഫാന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് സാമ്പത്തിക ബാധ്യതകളുടെ കണക്കുകൾ രേഖപ്പെടുത്തിയ പുസ്തകം കണ്ടെത്തിയത്. ഒരാളിൽ നിന്ന് വാങ്ങിയ കടം മടക്കി നൽകാനായി മറ്റു പലരിൽ നിന്നായി അഫാന്റെ കുടുംബം കടം വാങ്ങി. അങ്ങനെ നിരവധി പേരിൽ നിന്ന് വാങ്ങിയ തുക മടക്കി നൽകാനാകാതെ കുടുംബത്തിന്റെ കടബാധ്യത പെരുകുകയായിരുന്നു. ക്യാൻസർ രോഗബാധിതയായ ഉമ്മ ഷെമിയുടെ ചികിത്സയ്ക്കും ഈ പണം ചെലവാക്കി. ഇതിനൊപ്പം സൗദിയിലുള്ള അച്ഛനും ഈ തുക അഫാൻ അയച്ചു. സൗദിയിൽ വിസിറ്റിംഗ് വിസയിൽ പോയപ്പോൾ കാറ്ററിംഗുകാരുടെ കൂടെയും അഫാൻ ജോലി ചെയ്തിരുന്നു. അച്ഛന്റെ സാമ്പത്തിക പ്രതിസന്ധിയും ഉമ്മയുടെ രോഗവും അഫാനെ വലച്ചിരുന്നു. അഫാന്റെ രക്തപരിശോധനയിൽ ലഹരിയുടെ അംശമൊന്നും കണ്ടെത്തിയതുമില്ല. ഫർസാനയുടെ മാലയും അഫാൻ പണയം വെച്ചിരുന്നു. വീട്ടുകാർ തിരിച്ചറിയാതിരിക്കാൻ പകരം മുക്കുപണ്ടവും നൽകി. പണയം വെച്ച മാല തിരികെ എടുത്തു തരാൻ ഫർസാന പിന്നീട് ആവശ്യപ്പെട്ടതായും സൂചനയുണ്ട്. മുൻപ് പണത്തിന് ആവശ്യം വന്നപ്പോൾ വാഹനങ്ങൾ പണയപ്പെടുത്തി അഫാൻ പണം കണ്ടെത്തിയതെന്നും പിന്നീട് അവ വിറ്റെന്നും ബന്ധുക്കൾ പറഞ്ഞു. വീട്ടിലുണ്ടായിരുന്ന കാർ 2.5 ലക്ഷം രൂപയ്ക്ക് അഫാൻ പണയപ്പെടുത്തിയിരുന്നു. പിന്നീട് ഇത് 4 ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയും സൗദിയിലുള്ള പിതാവിന് പണം അയച്ചു കൊടുക്കുകയും ചെയ്തു. അഫാൻ പോലീസിന് നൽകിയ മൊഴി പുറത്തു വന്നിട്ടുണ്ട്. അമ്മുമ്മ സൽമ ബീവിയുടെ ഒരു വാക്ക് പോലും സംസാരിക്കാൻ നിൽക്കാതെ കണ്ടയുടൻ തലക്കടിച്ചെന്നാണ് പ്രതിയുടെ മൊഴി. നിരന്തരം കുറ്റപ്പെടുത്തി സംസാരിച്ചതാണ് അമ്മുമ്മയോടുള്ള പ്രതികാരത്തിന് കാരണം. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ഉമ്മയാണെന്ന് അമ്മുമ്മ എപ്പോഴും കുറ്റപ്പെടുത്തുമായിരുന്നു. ഇതേ ചൊല്ലി അമ്മുമ്മയുമായി സ്ഥിരം വഴക്കിട്ടിരുന്നതായും അഫാൻ മൊഴി നൽകി. അഫാന്റെ അറസ്റ്റിന് മുൻപ് നടന്ന ചോദ്യം ചെയ്യലിൽ പാങ്ങോട് സിഐയോടാണ് വെളിപ്പെടുത്തൽ. കൊല്ലണമെന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് പാങ്ങോട് സൽമ ബീവിയുടെ വീട്ടിലെത്തിയത്. ഉമ്മയെ കുറ്റപ്പെടുത്തുന്നത് തനിക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ഇതേ ചൊല്ലി അമ്മൂമ്മയുമായി സ്ഥിരം വഴക്കിട്ടിരുന്നു. രാവിലെ ഉമ്മയെ ആക്രമിച്ച ശേഷം നേരെ അമ്മൂമ്മയുടെ വീട്ടിൽ പോയത് ഇതുകൊണ്ടാണ്. ഉമ്മ മരിച്ചു എന്നാണ് കരുതിയത്. അമ്മൂമ്മയുടെ വീട്ടിലെത്തിയ ഉടൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു. അമ്മൂമ്മയുമായി സംസാരിക്കാൻ നിന്നില്ല. തുടർന്ന് 1.5 പവന്റെ മാല എടുത്ത് തിരികെ പോന്നു. ഈ മാല പണയം വെച്ച് 74,000 രൂപ വാങ്ങി. 40,000 രൂപ കടം വീട്ടിയ ശേഷം നേരെ ബാപ്പയുടെ സഹോദരന്റെ വീട്ടിലേക്കാണ് പോയത്. അമ്മൂമ്മയുടെ വീട്ടിൽ അഫാൻ ചിലവഴിച്ചത് 9 മിനിറ്റ് മാത്രമാണെന്നും അഫാന്റെ മൊഴിയിൽ പറയുന്നു. അഫാന്റെ അറസ്റ്റ് പാങ്ങോട് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. പാങ്ങോട് വെച്ച് പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ്. വ്യാഴാഴ്ച രാത്രി മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി അഫാനെ റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. ആശുപത്രിയിൽ നിന്ന് വിടുതൽ കിട്ടുന്ന മുറയ്ക്ക് ജയിലിലേക്ക് മാറ്റും. വിഷം കഴിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള അഫാന്റെ അറസ്റ്റ് അവിടെ വെച്ചാണ് രേഖപ്പെടുത്തിയത്. അനുജന്റെ പഠനാവശ്യത്തിനും മാതാവിന്റെ ചികിത്സയ്ക്കും പണം ചോദിച്ചിട്ട് നൽകാത്തതിനാലാണ് സൽമ ബേബിയോട് പകയുണ്ടായതെന്നും അഫാന്റെ മൊഴിയിലുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാവാത്തതാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമെന്ന് അഫാൻ ആവർത്തിച്ചു. ബാക്കി കേസുകൾ വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസുകളിലെ അറസ്റ്റ് അടുത്ത ദിവസങ്ങളിൽ രേഖപ്പെടുത്തും. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.